അല്പവിശ്വാസം ആണ് എന്ത് ചെയ്യണത്? മനസ്സിനെ ദുർബലമാക്കുന്നത്. അല്പവിശ്വാസം കൊണ്ടാണ് സംശയം വരണത്. ഇപ്പം വ്യഗ്രതയും നേരത്തെ കണ്ടത് എന്താണ്? മനസ്സ് ദുർബലമാകണത് എന്താണ്? വ്യഗ്രത അല്ലേ? 21 ലൂക്കാന്റെ സുവിശേഷം 21:34 സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവ മനസ്സ് ദുർബലമാകും. അപ്പോൾ വ്യഗ്രത ഒരു പ്രശ്നമാണ്. വ്യഗ്രതയും അതേസമയം പിന്നെ എന്താണ്? സംശയവും. ഈ രണ്ട് സംഭവം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട രോഗങ്ങളാണ്, വ്യഗ്രതയും സംശയവും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ആദ്യ കാലങ്ങളിലൊക്കെ ശരിക്കും ഗൺ പോയിൻ്റ് കൊണ്ടുവരേണ്ടത് വ്യഗ്രതയും അതുപോലെ തന്നെ സംശയത്തെയുമാണ് ചികിത്സിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ ജീവിതത്തിലുള്ള വ്യഗ്രതയെയും സംശയത്തെയും നിന്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകി നീ വിശുദ്ധീകരിച്ച് എന്നെ ബലപ്പെടുത്തണമേ. ഇങ്ങനെ ബലപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് രോഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സ്പിരിച്വൽ ഡിസീസ് രണ്ടാണ്. എന്താണ്? ഇനിയും ഉണ്ടാകുമേ, ഈശോ പറയണനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ എന്താണ്? സംശയം. രണ്ടാമത്തെ എന്താണ്? വ്യഗ്രത. ഈ വ്യഗ്രതയെ മാറ്റി, സംശയം മാറ്റി മനസ്സിനെ ദുർബലമെന്നല്ല പറഞ്ഞത്. ദുർബലമാകുമ്പോൾ തന്നെ നമ്മളെന്താ പറയണത്? അതിനെ ബലപ്പെടുത്തേണ്ടി വരും. മനസ്സിനെ ബലപ്പെടുത്തണം. മനസ്സിനെ ബലപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ അറിയണ്ടേ? അതിൻ്റെ മരുന്ന് എന്താണ്? അതിൻ്റെ ടോണിക് എന്താണ്? ഇഞ്ചക്ഷനാണ്, IV ആണ്, ടോണിക്കാണ്, ടാബ്ലറ്റ്സ് ആണ്? എന്താണ് നമ്മൾ കഴിക്കേണ്ടത് മനസ്സിനെ ബലപ്പെടുത്താൻ? മോസസ് എന്താണ് കഴിക്കാതിരുന്നത്? എന്താണ് അറിയേണ്ടത് മനസ്സിനെ ബലപ്പെടുത്താൻ വേണ്ടി? കാര്യം എന്താ? വാഗ്ദാന നാട് കക്ഷി പ്രാപിക്കത്തില്ലെന്ന് ദൈവം മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? ഉടമ്പടിയുടെ നീ വെച്ചിരിക്കണ ഒരു നിയോഗം നടക്കത്തില്ലെന്ന് ദൈവം മുഖത്ത് നോക്കി പറയും. നിൻ്റെ പോക്കും കളി ഇതുപോലെ ആണെങ്കിൽ നീ ഉടമ്പടി വെച്ചിരിക്കണ ഒരു സംഭവം നടക്കത്തില്ലെന്ന് ദൈവം നിൻ്റെ മുഖത്ത് നോക്കി പറയും. എന്താ കാര്യം? മോസസിനോട് പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി നീ വെച്ച കാര്യങ്ങളൊന്നും നടക്കത്തില്ല, വാഗ്ദാന നാട് നീ പ്രാപിക്കത്തില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, അയർലൻഡ് വഴി ഈശോ പറഞ്ഞ ഇതാണ്, മോസസും ജോഷുവയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അതാണ് വിഷയം. എന്തൊക്കെയാണത്? 33:11 എടുത്തേ. ഉറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. മോസസ് വിട്ടുപോയിട്ടും ജോഷുവ കൂടാരത്തെ വിട്ടുപോണില്ല. ഗ്യാപ്പ് ഒരു പ്രോബ്ലമാണ്. മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ വാഗ്ദാനം പ്രാപിക്കാൻ ഗ്യാപ്പ്. മോസസിനും ഗ്യാപ്പുണ്ട്. നഴ്സുമാർക്കും എഞ്ചിനീയർമാർക്കും പ്രൊഫഷൻസ് അറിയാൻ ഗ്യാപ്പ് എന്താണെന്നറിയാം. ഗ്യാപ്പ് ഒരു പ്രോബ്ലമാണ്. ഇവിടെ തന്നെയല്ല, എല്ലായിടത്തും. ഇവിടെ എന്താ പ്രോബ്ലം? അതായത് സ്ഥിരത എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. 1 തിമോത്തി 6:6 ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് എന്ന് പറഞ്ഞ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതിന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. 6:11 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടി അകലണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക. സ്ഥിരത നമ്മളെ അതായത് നമ്മുടെ ഗൺ പോയിന്റിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ് സ്ഥിരത. അതായത് ഇപ്പം കുറച്ച് പ്രാർത്ഥിച്ച്, രാവിലെ പ്രാർത്ഥിച്ചു, പിന്നെ നിങ്ങൾക്ക് തോന്നിയ മാസം പോലെയൊക്കെ ജീവിച്ചു, വൈകുന്നേരം എടുത്ത് ഉടമ്പടി പ്രാർത്ഥിച്ചു,
പിന്നെ നിങ്ങൾക്ക് തോന്നിവാസം പോലെ തോന്നിവാസമൊക്കെ വർത്തനമൊക്കെ പറഞ്ഞ് ആവശ്യമുള്ളത് ഇല്ലാത്ത പറഞ്ഞ് ദൈവത്തെ ഇറക്കാത്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് രാവിലെ എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അപ്പോഴും പോയി, സ്ഥിരത പോയി. സ്ഥിരത എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉടമ്പടിയല്ലേ ദൈവമായിട്ട്. അപ്പോഴേ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ദൈവത്തിന് നിരക്കാത്ത വർത്തമാനങ്ങളെ ഒഴിവാക്കണം. മനസ്സിലായില്ലേ? ദൈവമായിട്ടുള്ള സ്ഥിരത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തുള്ളൊരു ജീവിതമാണെന്നുള്ളത് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാകണം. അല്ലാതെ ഇത് കൊണ്ടുവന്ന് ഏതാണ്ട് കൊണ്ടുവന്ന് എഴുതി ആട് പ്രസവിക്കണം, അമ്മ പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊണ്ടുവന്ന് ഇടത്തില്ലേ, ഈ നേരത്തെ പെട്ടി കൊണ്ടുവന്ന് ഇടത്തില്ലേ ആൾക്കാർ. അതുപോലുള്ള അഭ്യാസം കാണിച്ചിട്ട് പോകരുത്. ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ? അതായത് ഐ ആം നോട്ട് ദാറ്റ് സാറ്റിസ്ഫൈഡ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അതായത് ഉടമ്പടി എന്നൊരു പക്ക ഫോർമുലയാണ്. ഉടമ്പടിയിലേക്ക് കേരള സഭ എത്തിയത് 1975 തൊട്ട് 1925 വരെയുള്ള കാലമാണ്. ഈ 50 കൊല്ലമല്ലേ, 75 2025 അത് 50 കൊല്ലം അല്ലേ, 50 കൊല്ലമാണ് ദൈവം നമ്മളെ കേരള സഭയെ പരിപാലിച്ചു കൊണ്ടത്. കാര്യം എന്താണ്? കേരള സഭയെക്കുറിച്ച് കർത്താവിന് ഭയങ്കരമായ പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ സാത്താനും നല്ല പ്രതീക്ഷയുള്ള സ്ഥലമാണിത്. അത് കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നം കേരള സഭയിലുള്ളത് എന്താണ്? ദൈവം ഇതിനെ ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചു കൊണ്ട് പോണത് സാത്താന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ലോകത്തെ തകർക്കാൻ കേരള സഭയെ ഉപയോഗിക്കണം. അതിനാണ് അവർ കുർബാനയൊക്കെ ഉപയോഗിക്കുന്നത്. ആ കുർബാന വിഷയമാകണം എന്താ തർക്കം? ശരിക്കും പറഞ്ഞാൽ ഫ്രീ മേസൺസിൻ്റെ കാലത്ത് കുർബാന അപമാനിക്കപ്പെട്ടതിനേക്കാൾ ശക്തമായ രീതിയിൽ ഇന്ന് പലപ്പോഴും കുർബാന ഒരു തർക്കത്തിൻ്റെ വിഷയമായി മാറുന്നില്ലേ? കാരണം കേരള സഭയെക്കുറിച്ച് ഒരു ആഗോളമായ പദ്ധതിയാണ് ദൈവത്തിനുള്ളത്. കാര്യം എല്ലായിടത്തും വിശ്വാസത്തിന് വിളക്ക് കെട്ടാൽ ഇവിടുന്ന് കൊണ്ടുപോയി ഇവിടുത്തെ കന്യകമാരും ഇവിടുത്തെ നീതിമാന്മാരും ഇവിടുത്തെ അഭിഷിക്തരും ഇവിടുത്തെ പ്രവാചകന്മാരും ലോകം മുഴുവനും വിശ്വാസം ജനിപ്പിക്കും. ഞാൻ അയർലൻഡിൽ നിന്ന് പോന്നപ്പോഴേ എൻ്റെ ഒരു സഹോദരൻ പ്രവർത്തകൻ ജോജോ വിളിച്ച് പറഞ്ഞു വെച്ചാൽ സായിപ്പച്ചന്മാരൊക്കെ ഇവിടെ ഹാപ്പിയാണെന്ന് പറഞ്ഞു. എന്താണ് കാര്യം? നമ്മുടെ ആൾക്കാർ ധ്യാനം കൂടിയവരവിടെ അവരുടെ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ പള്ളിയിലൊക്കെ ആൾ കൂടിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ അയാളുടെ പേര് പറയാൻ കാര്യം അയാളത് പറഞ്ഞു സത്യമാണ് നിങ്ങൾ ധരിക്കാൻ വേണ്ടിയാണ്. എന്താ കാര്യം? എന്താണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തുള്ള ആ ദേവാലയത്തിലെ ആ തദ്ദേശീയരുടെ ദേവാലയത്തിൽ പോലും ജനങ്ങൾ പ്രാർത്ഥനാ നിരപരമായി. ദാറ്റ് മീൻസ് എന്താ കാര്യം? കർത്താവിന് വലിയൊരു പദ്ധതിയുണ്ട്. ഇവിടുത്തെ അഭിഷിക്തർ, ഇവിടുത്തെ പ്രവാചകർ, ഇവിടുത്തെ അപ്പോസ്തലന്മാർ ലോകം മുഴുവനും പോയി ലോകത്തിന് വന്ന വിശ്വാസ തകർച്ച ചെയ്യുന്നതിന് വീണ്ടെടുക്കാൻ കേരള സഭയെ കർത്താവ് വളരെ വളരെ ശക്തമായ രീതിയിൽ 1975 കരിസ്മാറ്റിക് ധ്യാനം ഇവിടെ വന്ന കാലം മുതൽ പ്രത്യേക പരിചരണത്തിൽ കൊണ്ടുവരികയാണ്. അത് സാത്താനും അറിയാം. അത് സാത്താനും അറിയാവുന്ന നമ്മുടെ അപ്പോസ്തലന്മാർക്ക് അറിയണം. അത് മനസ്സിലാക്കേണ്ട അടിയന്തരമായിട്ട് വിഷയം എത്രയും വേഗം ക്ലോസ് ചെയ്യണം. സഭയ്ക്ക് ഡാമേജ് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ജയപരാജയങ്ങളുടെ പ്രശ്നങ്ങളില്ല. ഇത് ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് സഭയ്ക്ക് ഡാമേജ് ഇല്ലാതെ ഈ വിഷയം പര്യവസാനിച്ചാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇതിൽ പ്രവർത്തിച്ചതെന്നാണ്. അതിനുവേണ്ടി സ്തുതിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് പുറപ്പാട് 33:11 വായിച്ചോളൂ. അതാണ് ഇന്നത്തെ കീബേഡ്. പുറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. അപ്പൊ കൂടാരത്തെ വിട്ടുപോകാതിരുന്നത് ആരാണ്? ജോഷുവയാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? സംശയങ്ങളെ കൊണ്ടോ പിന്നെ എന്താണ് വ്യഗ്രത കൊണ്ടോ
മനസ്സ് ദുർബലപ്പെട്ടാൽ ആ ദുർബലപ്പെട്ട മനസ്സിനെ ബലപ്പെടുത്താനുള്ള ഔഷധം എന്താണ്? കൂടാരത്തെ വിട്ടുപോകാതെ സ്ഥിരതയോടെയുള്ള ദൈവസംസർഗമാണ്. ക്ലിയറാണോ? ക്ലിയറല്ലേ? അതാരാണ് ചെയ്തത്? മോസസ് അല്ല. പിന്നെ ആരാണ് ചെയ്തത്? ജോഷുവയാണ്. അത് കാരണം ജോഷുവക്ക് എന്നാ കിട്ടിയത്? ആത്മശക്തി കിട്ടി. ജോഷുവ ആദ്യം ഈ ജെറീക്കോ പട്ടണം ഒറ്റുനോക്കാൻ വേണ്ടി പോയേശം വന്നപ്പോൾ അവിടെയുള്ള ഒറ്റുനോക്കാൻ പോയി വെച്ചാൽ സ്പൈ വർക്ക് ചെയ്യാൻ പോയി. ആ പട്ടണത്തിൽ പിടിച്ചടക്കാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ തിരിച്ചു വന്നിട്ട് എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ അനാക്കിൻ്റെ രാക്ഷസനാണ്. അനാക്ക് ഗോലിയാത്തിനെ പോലെ രാക്ഷസവർഗമാണ്. അനാക്കിൻ്റെ മക്കളെ ഞങ്ങൾ അവിടെ കണ്ടെന്ന്. അപ്പം തന്നെ ഇസ്രായേൽക്കാർക്ക് മുട്ടിട്ട് വിറക്കാൻ തുടങ്ങി. എന്താ കാര്യം? അവർ പിടിച്ച് നിന്ന് കളയും. അത്രയും വില്ലന്മാരും മല്ലന്മാരുമായിട്ടുള്ള ആൾക്കാരാണ്. അതൊക്കെ അവർ വിശദീകരിച്ചപ്പോഴേ അപ്പം തന്നെ ജനം മോസസിനെയും ഇവരെല്ലാം പ്രാകാരം നിലവിളിക്കാൻ തുടങ്ങി. എന്താണ്? അവർ ഞങ്ങളെ കൊന്നുകളയും, ഞങ്ങളങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് ജനം പേടിച്ച് വിറക്കാൻ തുടങ്ങി. ഈ പേടിച്ച് വിറക്കാൻ തുടങ്ങിയ ജനത്തോട് ജോഷുവ പറയുന്നൊരു വാക്കുണ്ട്. അതാണ് അതിന് ആത്മബലം കിട്ടിയെന്ന് പറയാൻ കാരണം. സംഖ്യ 14:18. സംഖ്യ 14:18. കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ്. അവിടുന്ന് അകൃത്യവും അപരാധങ്ങളും ക്ഷമിക്കുന്നവനാണ്. എന്നാൽ കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് മക്കളെ 3ഉം 4ഉം തലമുറ വരെ ശിക്ഷിക്കട്ടെ. മക്കളെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകളടിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സംഖ്യ 13:33. സംഖ്യ 13:33. സംഖ്യ 13:33. നെഫിലീമിൽ നിന്ന് വന്ന അനാക്കിൻ്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ തോന്നിയിരിക്കണം. 14:1-2-3. രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ചു. കേട്ടില്ലേ? ജനങ്ങളെ പേടിച്ചു പോയെന്ന് മനസ്സിലായില്ലേ? അവർ മോശയ്ക്കും അഹറോനുമെതിരായി പിറുപിറുത്തു. ജനം അവർക്കെതിരെ തിരിഞ്ഞു. അവർ പറഞ്ഞു, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചെങ്കിൽ. ജനം ദുർബലമായി അല്ലേ? ജനം ദുർബലമായി. ഇപ്പോൾ ദുർബലമാകാത്ത ഒരാളുണ്ട്. വായിച്ചോളൂ താഴേക്ക്. വാളിന് ഇരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്. അവർ എല്ലാം പഠിക്കാൻ കൊണ്ട് കൊടവടക്കിയാണ് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. മനസ്സ് അത്രയും ദുർബലമായി. തീർന്നോ? നമുക്ക് തിരിച്ചു പോകാമെന്ന് ജനങ്ങൾ ഒരുമിച്ച് പറയുകയാണ്. അപ്പോഴും തിരിച്ചു പോകാൻ നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. 14:6 വായിച്ചേ. ദേശം ഉറ്റുനോക്കാൻ പോയവരിൽപ്പെട്ട. അതാണ് പ്രശ്നം. സംഖ്യനെ അത് ദേശം ഉറ്റുനോക്കാൻ പോയവരിൽപ്പെട്ട നൂനിന്റെ മകൻ ജോഷുവയും യെഫുന്നയുടെ മകൻ കാലെബും തങ്ങളുടെ വസ്ത്രം കീറി. ദൈവിക പദ്ധതിക്കെതിരെ ജനം നിന്നപ്പോഴാണ് അവർ ഒക്ഷാകുലരായി വസ്ത്രം കീറിയത്. അതെ, ഓക്കെ. അടുത്തത് അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. ഇവിടെ വെച്ചാണ് ഈ ട്രാൻസിഷൻ നടക്കുന്നത്. ജോഷുവ അഭിഷിക്തനാകണത്. അതായത് മോസസാണ് ഇവിടെ സംസാരിക്കേണ്ടത് ജനങ്ങളോട്. പക്ഷെ സംസാരിക്കുന്നത് ആരാണ്? മോസസ് അല്ല. ഇവിടെയാണ് മോസസിൻ്റെ നേതൃത്വം ഇവിടെ തന്നെ ഫെയ്ഡാകണത്. ഇപ്പം ജോഷുവ ബാറ്റൺ കയ്യിലെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇതൊരു ദിക്സാക്ഷി വിതരണം പോലെ നോക്കിക്കഴിഞ്ഞാൽ അതായത് ജീവിതവുമായിട്ടൊരു ഭയങ്കര ബന്ധമുണ്ട്. ആരാണ് ബാറ്റൺ കയ്യിലെടുക്കുന്നത്? ആരാണ് മുന്നോട്ട് പോകാൻ ദൈവം ഇച്ഛാശക്തി നൽകണത്? ആരാണ്? ജോഷുവയാണ്. എന്താണ് അവൻ്റെ പ്രത്യേകത?
മോസസ് കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാലും നൂനിൻ്റെ മകൻ ജോഷുവ കൂടാരം വിട്ടുപോകാതെ അവിടെ തന്നെ വസിച്ചു. അവനാണ് ഇനി സംസാരിക്കാൻ പോണത്. സംസാരിക്കാൻ അടുത്ത വചനം എടുത്ത്. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരുകയും ചെയ്യും. കർത്താവിനോട് നിങ്ങൾ മറുതലിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പ്രത്യാശ, കർത്താവ് നമ്മൾ സംപ്രീതനാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് നയിക്കുകയും ആ ദേശം, നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ, വാഗ്ദാനങ്ങൾ അത് നിറവേറുകയും ചെയ്യും. മുന്നോട്ട് പോകാൻ പറയണത് ആരാണ്? സ്ഥിരതയുള്ളവനാണ് പറയണത്. ഇത് സ്ഥിരത ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. മോസസിന് എവിടെയെ വെച്ച് ഈ ബാറ്റൻ കൈവശം വന്നുപോയി. അവൻ കൂടാരത്തിൽ തന്നെ ഇരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിച്ചത്. ഇപ്പോൾ മനസ്സിലായില്ലേ? മോസസ് കൂടാരത്തിൽ തന്നെ ഇരിക്കണം, സ്ഥിരതയോടെ നിലനിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. കൊണ്ടാണ് ബൈബിള് എഴുതിയപ്പോൾ മോസസ് പോയി കഴിഞ്ഞും ജോഷുവയെ അഡ്രസ്സ് ചെയ്യണത്. മോസസ് കൂടാരത്തിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ മോസസാണ് ഹീറോ എങ്കിൽ പിന്നെ അടുത്ത വാക്ക് എഴുതേണ്ടതിൽ പ്രസക്തിയില്ല. അടുത്ത വാക്ക് എഴുതി. മോസസ് കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടും പോകാതെ ഒരുത്തൻ അവിടെ ഉണ്ടായിരുന്നു, നൂനിൻ്റെ മകൻ ജോഷുവ. കൈ ഇടിച്ച് കർത്താവേ ഞാൻ ഇന്നലെ ഇതൊക്കെ ധ്യാനിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മേ ഇനി ഇത് അമ്മയെക്കുറിച്ച് കണക്ട് ചെയ്ത് പറയാൻ പറഞ്ഞു. ഇത് അമ്മയെക്കുറിച്ച് കണക്ട് ചെയ്യാൻ പറഞ്ഞു. കാരണം ഇന്നലെ അഗസ്ത്യൻ്റെ ചില പഴയ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ചില പ്രസംഗങ്ങളൊക്കെ കേട്ട് ഞാനൊക്കെ ഡെസ്പായിരിക്കുന്നു. അഗസ്തീന വലിയ ജ്ഞാനപരമുള്ള സഭയിലെ പ്രാമാണികനായ ഡോക്ടറാണ്, ഗുരുവാണ് അഗസ്ത്യനെങ്കിലും അഗസ്ത്യൻ അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അഗസ്ത്യന് അത്രയും ബോധമില്ലെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനി വചനത്തിൽ ഞാൻ എടുക്കുമ്പോൾ അമ്മയെക്കുറിച്ച് പറയണം. അമ്മ എങ്ങനെ അമ്മയായെന്ന് പറയണം. അമ്മ എങ്ങനെ വാഗ്ദാനം പ്രാപിച്ചത്? ആദ്യം വാഗ്ദാനം പ്രാപിച്ചത് ആരാണ്? പരിശുദ്ധ അമ്മയല്ലേ. ദൈവത്തിൻ്റെ നിയോഗം ആദ്യം പ്രാപിച്ചത് ആരാണ്? വചനം മാംസമായത് അമ്മയാണ്. അമ്മ എങ്ങനെയാണ് വചനം വാഗ്ദാനം പ്രാപിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ നേരം സ്തുതിച്ചിട്ട് വചനം എടുത്തപ്പോൾ അമ്മ എങ്ങനെയാണ് അമ്മയായെന്ന് എന്നോട് പറഞ്ഞു. അത് ലൂക്കാസ് വിശേഷമാണ്. അതായത് 2-ാം അധ്യായം 37-ാമത്തെ തിരുവചനം. ലൂക്ക 2:37. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 2:37. ലൂക്ക 2:37. 84 വയസ്സായ ഈ വിധവ പറഞ്ഞ ആരെക്കുറിച്ച് പറയണമെന്ന് അറിയാം? അന്നയെക്കുറിച്ച് പറയണ. അന്നയെക്കുറിച്ച് പറയുന്ന അന്ന ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഒരു സമാന്തര രൂപമാണ്. എങ്ങനെ നമ്മൾ വചനം ദൈവത്തോട് ചോദിച്ച് പഠിക്കണം. ഞങ്ങളൊക്കെ ആദ്യം വചനം പ്രൊഫസർമാരോടും ലൈബ്രറിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും അതിൻ്റെ അന്തരാർത്ഥങ്ങൾ അത് എഴുതിയും അത് ജീവിച്ച് ചെയ്ത അത് എഴുതിയ ആത്മാവിനോട് ചോദിച്ച് പഠിക്കുന്നത് വേറൊരു പഠനമാണ്. വരവെന്ന് പറയുന്നത് ജ്ഞാനപഠനം. അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ അന്നയെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ വചനം എടുത്ത് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് 2:37 ലൂക്കാസ് വിശേഷം. അവിടെ എന്താ എഴുതിയിരിക്കണത്? വായിച്ചോളൂ. 84 വയസ്സായ ഈ വിധവ. അത് പറഞ്ഞേ. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. ഇതിന്റെ കണ്ടില്ലേ, ഇവര് ഈ അന്ന എന്ന് പറയുന്ന ഈ പ്രവാചിക ശരിക്കും പറഞ്ഞാൽ ഒരു പുറപ്പാട് ജനതയുടെ ജീവിത അനുഭവങ്ങളുടെ ഒരു പ്രോട്ടോടൈപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പേഴ്സണൽ രൂപമാണത്. അതൊരു സമൂഹ രൂപമാണ് അവർ. അത് അതിൻ്റെ ഒരു വ്യക്തി, ഒരു പോക്കറ്റ് ഷോപ്പിലെ പേഴ്സണിൻ്റെ ഒരു രൂപമാണ് ഈ അന്ന. അയാളെന്താണ്? അവരുടെ ജീവിതം തന്നെ പുറപ്പാട് പോലെയാണ്. എന്താണ്? 84 കൊല്ലം അവർ വിധവയായി. അത് 7 വർഷം അവർ ഭർത്താവിനോട് ജീവിച്ചു. എത്ര വർഷമാണ് ജീവിച്ചത്? 7 വർഷം. എന്നുപോലാണ്
12 വയസ്സ് മുതൽ താരുണ്യം എന്നാണ് പറയണത്. താരുണ്യം 12ാമത്തെ വയസ്സാണ്. അപ്പോൾ 12ാമത്തെ വയസ്സിൽ കല്യാണമായി. പിന്നെ എന്ത് പറ്റി? അവർ 12 to 7 വർഷം 19 വയസ്സ് വരെ അവർ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു. അപ്പോഴേ അതിനുശേഷം അവർ വിധവയായിപ്പോയി. എങ്ങനെ വിധവയായി? മക്കളില്ലാതെ വിധവയായി. അതാണ് പ്രശ്നം. അപ്പോൾ ചെങ്കടലും ജോർദാനും ഒക്കെ നീന്തി വരികയാണ്. മക്കളില്ലാതെ അവർ വിധവയായി. അപ്പോൾ മക്കളുള്ള വിധവകളുണ്ട്, മക്കളില്ലാത്ത വിധവകളുണ്ട്. ഇപ്പം ഇവരാരാണ്? മക്കളില്ലാത്ത വിധവയാണ്. ഈ മക്കളില്ലാത്ത വിധവ എന്ത് ചെയ്തെന്ന് പറഞ്ഞത്? ദേവാലയം വിട്ടുപോകാതെ, വായിച്ചോളൂ. ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. രണ്ട് കാര്യം ചെയ്തു. ഒന്ന് ഉപവാസം, പിന്നെ എന്താണ്? പ്രാർത്ഥന. അപ്പം അതിന് മാറ്റമില്ല. അത് ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിക്ക് തന്ന വചനമാണ് ഉപവാസവും പ്രാർത്ഥനയും. ഉടമ്പടിയിൽ മസ്റ്റായിട്ട് നടക്കേണ്ട കാര്യമാണ് എന്താണ്? ഉപവാസവും പ്രാർത്ഥനയും. പിന്നെ എന്താണ്? ദേവാലയം വിട്ടുപോകരുത്, കൂടാരം വിട്ടുപോകരുത്. ഇത് പള്ളിയിൽ പോയി കുത്തിയിരിക്കണമെന്ന, അല്ലെങ്കിൽ വീടിൻ്റെ നടയിൽ എപ്പോഴും തിരികെ കത്തി തന്നെ വതുക്കിയിരിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. എല്ലാ വിഷയങ്ങൾക്കും ദൈവത്തെക്കുറിച്ച്, അല്ല കലേബിനെക്കുറിച്ച്, അല്ല അവിടുത്തെ അനാക്കിൻ്റെ മല്ലന്മാരെക്കുറിച്ച് അല്ല ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്.